തന്റെ ജനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് എന്തോ ആണ്? ഒരു കാലിത്തൊഴുത്താണ് അല്ലേ തെരഞ്ഞെടുത്തത്. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ കാലിത്തൊഴുത്ത് കർത്താവ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്? ഈ കാലിത്തൊഴുത്തിൽ കൂടെ ദൈവം തരുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് അതൊരു തുറക്കപ്പെട്ടലിന്റെ അനുഭവമാണ്. കാലിത്തൊഴുത്ത് 4 വശവും എന്ത് ചെയ്യാണ്? തുറന്നു കിടക്കുന്ന ഒരു അനുഭവമാണ്. നമുക്കറിയാം ഇതിപ്പം നമ്മുടെ നെടുമ്പാശ്ശേരി ഇപ്പം ഭയങ്കര ഒരു വലിയ ടൗണാണ്. 30 വർഷം മുമ്പ് ഇതൊന്നും ഒന്നുമല്ലായിരുന്നു, കുഗ്രാമമായിരുന്നു. ഞങ്ങളൊക്കെ എന്ത് ചെയ്യുക, വില്ലേജിൽ താമസിക്കുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള വില്ലേജ് ആയിരുന്നു ഈ നെടുമ്പാശ്ശേരി. എല്ലാ വീടുകളിലും അന്ന് എന്തുണ്ട്? പശുവുണ്ട്, ആടുമുണ്ട്. ഇപ്പോഴാണ് ഇവിടെ ഉള്ള പുതിയ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പശുവിനെ കുറിച്ചും ആടിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ലാത്തത്. ഈ നമ്മൾ ചരിത്രം, ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോഴുണ്ടല്ലോ, ഇസ്രായേലില് ഒരു ബാലൻ ഒരു വീട്ടിൽ ജനിച്ചാല് ആ വീട്ടിലെ ബാലനെ 2 തൊഴിൽ പഠിപ്പിക്കും. ആൺപൈതൽ ഇസ്രായേലില് ജനിച്ചു വീണ് കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ നിന്ന് 2 തൊഴിൽ അവരെ എന്ത് ചെയ്യും? പഠിപ്പിച്ചു കൊടുക്കും. എന്തൊക്കെയാണെന്ന് പറയാമോ? പറഞ്ഞേ, ആരോ പറഞ്ഞേ? പിന്നെ 2 കാര്യങ്ങളാണ്. ഒന്ന് കന്നുകാലിയെ മേയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കും, പിന്നെ കൃഷി ചെയ്യാൻ എന്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കാര്യം കൂടി ഞാൻ പറയാം. അവര് സ്കൂളിലൊക്കെ പോയി പഠിച്ച് കോളേജിലൊക്കെ പോയി പഠിച്ചു കഴിയുമ്പോഴല്ല, നല്ല ഉയർന്ന നിലയിൽ എത്തിക്കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ബിസിനസ് നടത്തി പൊട്ടി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ, കടം കയറി കഴിഞ്ഞാൽ 2 പ്രമാണമാണ് യഹൂദനുള്ളത്. ഒന്ന്, പൊട്ടി പാളീസായി കഴിയുമ്പോൾ ആരുടെ മുമ്പിൽ എന്ത് ചെയ്യരുതേ? കൈ നീട്ടാൻ പാടില്ല. 2, പൊട്ടി തകർന്ന് തരിപ്പണമാകുമ്പോൾ ആരുടെയും സാധനം പോയി എന്ത് ചെയ്യരുതേ? മോഷ്ടിക്കാനും പാടില്ല. യഹൂദനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രമാണമാണ് അവന്റെ ഭവനത്തിൽ നിന്ന്. അവൻ എന്ത് ചെയ്തോളം അറിയാമോ? അവനെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്ന തൊഴിൽ ചെയ്ത് അവൻ എന്ത് ചെയ്തോണം? അഭ്യസിച്ചോണം. കന്നുകാലി എന്ത് ചെയ്തോണം? വളർത്തി കൃഷി ചെയ്ത് അവൻ പിന്നെയും എന്ത് ചെയ്തോണം? കയറി വന്നോണം. കന്നുകാലിയെ വളർത്തിയാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നഷ്ടം ഉണ്ടാകത്തില്ല എന്നാണ്. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അവിടെ ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷേ, അതായത് ഈ മുണ്ടക്കയെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എന്ത് ചെയ്യുക, കുമിളിയിലേക്ക് പോകുന്ന, തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ മുണ്ടക്കയത്ത് എന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ കന്നുകാലിയല്ല, ഈ 6000 രൂപയ്ക്ക് അവിടെ പോത്തുകുഞ്ഞുങ്ങളെ കിട്ടും. അപ്പൊ ഒരുമാതിരി എല്ലാവരും എന്ത് ചെയ്യുന്ന അറിയാം, ഈ 6000 രൂപ കൊടുത്ത് പോത്തുകുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് വഴിയിലേക്ക് എന്ത് ചെയ്യുക, അങ്ങ് വിട്ടു. നല്ല എന്ത് ചെയ്യുക, തിരിച്ചറിയാനായിട്ട് ഇത് കെട്ടിയിരിക്കും, അല്ലെങ്കിൽ കണ്ടത്തിലേക്ക് എന്ത് ചെയ്യും? വിട്ടിരിക്കും. മുസ്ലിംസിന്റെ പെരുന്നാളും ക്രിസ്ത്യൻസിന്റെ പെരുന്നാളും വരുമ്പോൾ ഒരു വർഷം ഇതിനെ നോക്കിയിട്ട് ഇതിനെ വിൽക്കും. 1 ലക്ഷത്തിന് മണ്ടയാണ്, 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്കാണ്. ഞങ്ങൾ പഠിക്കുന്ന ഒരു ബൈബിൾ കോളേജില് എന്ത് ചെയ്യുക, അവിടെ ഈ ജാർഖണ്ഡിൽ നിന്നും അതുപോലെ ഒറീസയിൽ നിന്നും ഒക്കെ വരുന്ന പിള്ളേരാണ്. അപ്പൊ ഈ വിധങ്ങളെ എന്ത് ചെയ്യുന്നറിയാം, ഈ ഫാമിങ് പഠിപ്പിച്ചിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ? ബൈബിൾ കോളേജിൽ നിന്ന് വിടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും എന്ത് ചെയ്തോളും? നിലനിന്നോളും എന്ന്. അപ്പം പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഇവിടെ കർത്താവ് തന്റെ ജനനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് കന്നുകാലികളെ ഉള്ള ഒരു എന്ത് ചെയ്യാണ്, എരുത്തിലാണ്. അതെന്ന് പറയുന്ന ഒരു തുറക്കപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മുടെ ജീവിതവും അതുപോലെ എന്തായിരിക്കണം? ഒരു തുറക്കപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വരണം. തുറക്കപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ദൈവം നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യുക? വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ തന്നിട്ടുണ്ട് അല്ലേ? ചിലർക്ക് വിദ്യാഭ്യാസമായിരിക്കാം, ചിലർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള കഴിവുകളായിരിക്കാം. പക്ഷെ നമ്മുടെ ഈ കഴിവുകള് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ? നമ്മൾ വളരും. പക്ഷെ ബാക്കിയുള്ളവർ അതുകൊണ്ട് വളരുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ ജീവിതം നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരും വളരാനായിട്ട് നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? തുറക്കപ്പെട്ട് കുടിക്കണം. എങ്കിലേ നമ്മുടെ സഭയിലും എന്ത് ചെയ്യത്തുള്ളൂ? വളർച്ചകള് ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഒരിക്കല് ഒരു ബാലൻ, അപ്പം അവന്റെ അപ്പൻ ഒരു നല്ല കാലിത്തൊഴുത്തൊക്കെ ഉണ്ട് അവന്റെ വീട്ടില്. അവന്റെ അപ്പനെ എന്ത് ചെയ്യുക? കാലിത്തൊഴുത്ത്, കന്നുകാലിയുണ്ട്, അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന വീടാണ്. അപ്പം വളരെ കാലത്തെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പയ്യനെ വിളിച്ച് എണ്ണീപ്പിച്ചിട്ട് തൊഴുത്തെല്ലാം എന്ത് ചെയ്യുക? വൃത്തിയാക്കി ഇടണമെന്ന് എന്ത് ചെയ്യും? അപ്പന്റെ കൂടെ സഹായിക്കാനായിട്ട് വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ ഈ പയ്യന് ഭയങ്കര എന്ത് ചെയ്യാണ്? ദേഷ്യമാണ്. ഒരു ദിവസം ഈ മാതാവ് എന്ത് ചെയ്യാണ്, ഈ പിതാവ് മാതാവിന്റെ അടുക്കൽ പറയുകയാണ്, എന്ത് ചെയ്യാ, എടി എൻ്റെ മോനെ ഇത്രയും കാലത്തെ എണ്ണീച്ച് എന്ത് ചെയ്യാണ് ഈ കന്നുകാലിയെ എന്ത് ചെയ്യാ നോക്കാനായിട്ട് എണ്ണീപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. കാരണം അവൻ ഉറങ്ങി ജീവിക്കേണ്ട സമയമാണ് ഇപ്പോൾ.
അപ്പൊ ഈ മകൻ ഇത് കേൾക്കുകയാണ്. അപ്പൊ മകൻ എന്ത് ചെയ്യാണ്? തിരിച്ചറിയാണ് തന്റെ അപ്പൻ തന്നെ എന്ത് ചെയ്യാണ്? അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാണ്? അറിയുക. അപ്പൊ ഈ മകന് ഒരു ചിന്ത, എല്ലാ ക്രിസ്മസ് വരുമ്പോഴും അപ്പൻ മകൾക്കായിട്ട് നല്ല എന്തെങ്കിലും എന്ത് ചെയ്യുന്ന അറിയാം, പ്രസന്റേഷൻ എന്ത് ചെയ്യും? കൊടുക്കും. നമുക്ക് ക്രിസ്മസ് ഇല്ല, അത് വേറെ കാര്യം, പെന്തിക്കോസ്തുകാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ദിനത്തിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? മദ്യവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ജീവിതമാണ് നമ്മൾ. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്ന ഈ ഒരു കഥയാണ്. അപ്പം ഇവനൊരു ആഗ്രഹം, ഈ ക്രിസ്മസിന് തൻ്റെ പപ്പയ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. അപ്പൊ ഈ മകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇവന് ഈ ക്രിസ്മസിന്റെ തലേ രാത്രി തന്നെ സാധാരണ ദിവസം എഴുന്നേൽക്കുന്ന ആ ദിവസത്തേക്കാൾ നേരത്തെ അവൻ എന്ത് ചെയ്യും? എഴുന്നിട്ട് കന്നുകാലി തൊഴുത്തിലേക്ക് കയറിയിട്ട് അവൻ തന്നെ പശുവിനെ കറന്ന് തൊഴുത്തെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എന്ത് ചെയ്യാണ്? എന്നിട്ട് അവൻ കയറി കിടന്നുറങ്ങും. സമയമായി കഴിഞ്ഞപ്പോൾ അപ്പൻ എന്ത് ചെയ്യാണ്? വന്ന് തൊഴുത്തി നോക്കി കഴിഞ്ഞപ്പോൾ തൊഴുത്തെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നു. പശുവിനെ എന്ത് ചെയ്യുക? കറന്നും വെച്ചിരിക്കും. അപ്പൊ ചിന്തിക്കുക, ഇത് ക്രിസ്മസ് ആയിട്ട് ഇനി ദൈവത്തിന്റെ ദൂതന്മാരും വല്ലോ വന്നെന്ത് ചെയ്യാണ്? ചെയ്തതാണോ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എപ്പോഴും എന്തായിരിക്കണം? ഒരു തുറക്കപ്പെട്ടലിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കടന്നു വരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക്, സമൂഹത്തിന്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രയോജനമുണ്ടാകത്തുള്ളൂ. എല്ലാം നമ്മൾ നേടി ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ഉയർന്നുകൊണ്ട് മറ്റുള്ളവർക്ക്, സമൂഹത്തിനും സഭയ്ക്കും എന്ത് പ്രയോജനം എന്നാണ് നമ്മുടെ ചോദ്യം. രണ്ടാമത്, ഞാൻ എൻ്റെ മുമ്പിൽ 10 മിനിറ്റ് കൂടിയുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തീർത്തുകൊള്ളട്ടെ. രണ്ടാമത്, ഈ കാലിത്തൊഴുത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കാണിക്കുന്നത് സുരക്ഷിത ഇല്ലായ്മയിൽ സുരക്ഷിതത്വം കാണിക്കുന്നതാണ് കാലിത്തൊഴുത്ത് എന്ന് ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, ആദ്യമേ നമ്മൾ ചിന്തിച്ചു, കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് 4 വശവും തുറന്നു കിടക്കുകയാണ്. അപ്പം അവിടെ എന്തില്ല? ഒരു സുരക്ഷിതത്വവും ഇല്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ സുരക്ഷിതത്വം ഇല്ലാത്തതാണ് അവിടുത്തെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. കാരണം ദൈവം ഒരുക്കിയിരിക്കുന്ന സുരക്ഷിതത്വം ആണ്. നമുക്കറിയാം, ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ആ സമയത്ത് വിദ്വാൻമാർ എന്ത് ചെയ്യാണ്? അന്വേഷിച്ച് യേശുവിന്റെ പിറവി അന്വേഷിച്ച് എന്ത് ചെയ്യാണ്? ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്കാണ് ചെല്ലുന്നത്. യേശുവിന്റെ പിറവിയെ കുറിച്ച് ഇങ്ങനെ നക്ഷത്രം നോക്കിയാണ് ഇവരെന്ത് ചെയ്യുന്നത്? വന്നത്. ഈ നക്ഷത്രം നോക്കുന്ന ഇവർ ആരാണെന്ന് ചോദിച്ചാൽ ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ്. ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഇന്നും നമ്മുടെ ഇടയിലുള്ളതാണ്. ഓരോ ആളുകൾ ജനിക്കുമ്പോൾ അവർക്കൊരു ജന്മ നക്ഷത്രം ഉണ്ടെന്ന്. അപ്പം ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, മഹാന്മാരായിരിക്കുന്ന ആളുകള് ജനിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള നക്ഷത്രങ്ങൾ ആകാശത്ത് എന്ത് ചെയ്യും? ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരിക്കലും ഞാനൊരു ജ്യോതിശാസ്ത്രജ്ഞൻ്റെ അടുക്ക ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുക്ക പറയുവാണ്, നമ്മൾ തമ്മിൽ സംസാരിക്കുവാണെങ്കിൽ ആ സംസാരിക്കുന്നത് നേരിട്ടല്ല സംസാരിക്കുന്നത്. എനിക്കൊരു നക്ഷത്രമുണ്ട്, ആ നക്ഷത്രത്തിൽ ചെന്ന് ശബ്ദം മുട്ടിയിട്ടാണ് കേൾക്കുന്നത്. ഞാനത് കേട്ടെന്ത് ചെയ്യുന്നറിയാം? ചിരിച്ചു. അപ്പൊ പുള്ളി അത് പ്രൂവ് ചെയ്തിട്ട് എൻ്റെ അടുക്ക ചോദിച്ചു, നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നതല്ലേ? നിങ്ങൾ അടുത്ത് നിന്ന് ഫോണിൽ കൂടെ സംസാരിക്കും, ഈ സൗണ്ട് ആദ്യം എങ്ങോട്ടാ പോകുന്നത്? എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഈ ശാസ്ത്രത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തതാണെന്ന് എൻ്റെ ഞാൻ മണ്ടടിച്ചു പോയി. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ഒരു പാരമ്പര്യം പറയുന്നത്, പിറവം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ നമ്മുടെ ഇവിടെ. ഈ പിറവത്തിന് പേര് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒത്തിരി ജ്യോതിശാസ്ത്രജ്ഞന്മാരുണ്ട്. അപ്പം ഈ പിറവത്തു നിന്നുള്ള ആളുകൾ പിറവി കണ്ടതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പിറവം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതെ, എന്ത് തന്നെയല്ലേ ആയിക്കൊള്ളട്ടെ. അപ്പൊ 3 വിദ്വാൻമാരാണല്ലേ കർത്താവിനെ കാണാനായിട്ട് ചെന്നത്. അവരെന്ത് ചെയ്തു? അവര് പൊന്ന്, പുന്തിരിക്കം, ഇതെല്ലാം എന്ത് ചെയ്തു? കൊടുത്തു. ഈ വിദ്വാൻമാരെ കുറിച്ച് പറയുന്നത്, ഈ വിദ്വാൻമാർ 3 പേരൊന്നും അല്ല ശരിക്കും പോയത്. ചിലത് പറയുന്നത് 12 പേരുണ്ടെന്ന്. 12 പേരുമല്ല, എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ ഒരു വലിയ ഗണമാണ് കർത്താവിനെ എന്ത് ചെയ്തത്? കാണാനായിട്ട് ചെന്നത്. അപ്പം ഇവര് ചെന്ന് കഴിഞ്ഞപ്പോൾ ഹെരോദാവിന്റെ നാടെല്ലാം എന്ത് ചെയ്തു? ഭ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ആ നാട്ടിലുള്ളവർ എന്ത് ചെയ്തു? ഭ്രമിച്ചു. അപ്പൊ 3 പേരായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭ്രമം ഉണ്ടാകത്തില്ല. ഇനിയും ഇവര് യേശുവിനെ കാണുവാനായിട്ട് മരുഭൂമികൾ താണ്ടി ദിവസങ്ങൾ എടുത്താണ്. ഇവരുടെ ആഹാര സാധനങ്ങൾ, അതുപോലെ പോകുന്ന സ്ഥലത്ത് കള്ളന്മാർ, ഇവരെല്ലാം എന്ത് ചെയ്യാ? ഉണ്ട്. അപ്പം അതെല്ലാം എന്ത് ചെയ്യും? തരണം ചെയ്ത് വലിയ ഒരു കൂട്ടം ആളുകളാണ് യേശുവിനെ കാണാനായിട്ട് എന്ത് ചെന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, ഹെരോദാവിന്റെ അടുക്കൽ ചെന്നു. ഹെരോദാവിന് ഭ്രമമായി. ഹെരോദാവ് ഉടനടി കൽപ്പന പുറപ്പെടുവിക്കണം, 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണം? കൊന്നുകളയണം. അപ്പം ഇവിടെ നോക്കുക, സുരക്ഷിതത്വമില്ലായ്മയിൽ ദൈവം ഒരുക്കുന്ന സുരക്ഷിതത്വമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായിട്ടുള്ള സമയമെന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ അവസാനത്തെ പോയിന്റ് ഇതാണ്.
ഈ കാലിത്തൊഴുത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് എളിമയിൽ മഹത്വം കാണുന്ന ഒന്നാണ്. നോക്കിയേ, അഖിലാണ്ടത്തിന്റെ നിർമ്മിതാവായിരിക്കുന്ന കർത്താവ് ജനനത്തിനായിട്ട് തെരഞ്ഞെടുത്തത് ഒരു രാജകൊട്ടാരമല്ല, മറിച്ച് എന്ത് ചെയ്യാണ്, ഒരു കാലിത്തൊഴുത്താണ് എന്ത് ചെയ്തത്, എടുത്തത്. ഈ കാലിത്തൊഴുത്ത് നമ്മളെ കാണിക്കുന്നത് ഇത് എളിമയുടെ അല്ലെങ്കിൽ ദാസത്വത്തിന്റെ പ്രതീകം ആണ്. ഇന്നറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കൊമേഴ്സ്യൽ ലോകത്താണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നത് എന്നാണ്, ക്രിസ്മസിന്റെ അന്നാണ്. പക്ഷേ ഈ എളിമത്വത്തിലേക്ക് വരാനാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്. ഒരു കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ഒരു വാണിജ്യം, ഒരു ധനപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരാനല്ല, എളിമത്വത്തിലേക്ക് വരാനാണ് എന്ത് ചെയ്യുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഇരിക്കുക. ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചേ. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അതായത് ഇത്രയേ ഉള്ളൂ അതിന്റെ സാരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ, അയാള് ഇങ്ങനെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ഒരു മനുഷ്യനുമില്ല. ഏകാന്തമായിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ജീവിക്കുവാണ്. ജീവിതത്തിലെ എല്ലാ പ്രത്യാശയും പ്രതീക്ഷകളും എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. തനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെന്ന് തന്നെ എന്തില്ല, ആഗ്രഹമില്ല. തന്നെ സ്നേഹിക്കാനോ കരുതാനോ ഒരു മനുഷ്യനും എന്തില്ല, ഇല്ല. അദ്ദേഹം ഏകനായിട്ട് ജീവിക്കുകയാണ്. ഏകനായിട്ട് ജീവിക്കുമ്പോൾ ആ മനുഷ്യന് ജീവിതത്തിൽ ഒരു തോന്നല്, തന്റെ ജീവിതം എന്ത് ചെയ്യുക, ഒന്ന് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ തീരുമാനമെടുത്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്യുക, രാത്രിയാകാൻ വേണ്ടി ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, രാത്രി ആകുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിൽ കയറി സിനിമയും കണ്ടിട്ട് എന്ത് ചെയ്യുക, രാത്രിയാകും, നേരം വിഷം അടിച്ച് എവിടെയെങ്കിലും ജീവിതം അങ്ങനെ അവസാനം. അദ്ദേഹം സിനിമാ തിയേറ്ററിൽ കയറി. സിനിമാ തിയേറ്ററിൽ ഏറ്റവും മൂലയിൽ പോയി ഒരു സീറ്റിൽ എന്ത് ചെയ്തു, ഇരുന്നു സിനിമ കാണാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു പെൺകൊച്ച്, ഒരു ബാലിക, 12 വയസ്സുള്ള ബാലിക അവിടെ വന്നു ഈ ഇദ്ദേഹത്തിന്റെ സീറ്റിനടുത്ത് ഇരുന്നു. ആ കൊച്ചിന്റെ കൂടെ അതിന്റെ 2 അനിയന്മാരും, ഒരു അനിയത്തിയും ഒരു അനിയനും ഉണ്ട്. അവൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുക, ചേട്ടാ ഈ സിനിമ ഇംഗ്ലീഷിലാണല്ലോ, എനിക്ക് കേട്ടാൽ മനസ്സിലാകത്തില്ല, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞു തരാമോ? ആ മനുഷ്യന് സന്തോഷമായി. അവൾ എങ്ങനെയോ തിരിച്ചറിഞ്ഞു, തന്നിൽ ഇംഗ്ലീഷ് ഭാഷ കേട്ട് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട് എന്ന് അവൾ എന്ത് ചെയ്തു, തിരിച്ചറിഞ്ഞു. അദ്ദേഹം കേട്ടു. അവൾക്ക് എന്ത് ചെയ്തു, ആ കഥ എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. ഇന്റർവെല്ലായി. അവൾ എന്ത് ചെയ്യുന്നറിയാമോ, അവളുടെ അനിയന്റെ കയ്യിൽ നിന്ന് ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ട് അങ്കിളിന് എന്ത് ചെയ്തു, കൊടുത്തു. അങ്കിളെ ഇതങ്ങോട്ട് കഴിക്കണം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനോഹരമായ ഒരു പാട്ടറിയാം, ഞാൻ ആ പാട്ട് പാടി കേൾപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്തു, ആ അങ്കിളിനെ മനോഹരമായ അവൾക്കറിയാവുന്ന ആ പാട്ട് എന്ത് ചെയ്തു, പാടി അങ്ങോട്ട്. പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എന്ത് ചെയ്യാണ്, തന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യാണ്, ഉണ്ടാവുകയാണ്. സിനിമ കഴിഞ്ഞു. സിനിമ കഴിഞ്ഞപ്പോൾ അവൾ ആ മനുഷ്യനോട് ഇനിയും നമ്മൾ എന്ന് കാണും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ, എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, അവൾ പിരിയുകയാണ്. അനിയച്ചി അനിയന്മാരെ കൊണ്ട് എന്ത് ചെയ്യും, മനുഷ്യൻ എന്ത് ചെയ്യാണ്, മരിക്കാൻ തീരുമാനമെടുത്ത ആ മനുഷ്യനിൽ ജീവിതത്തിന്റെ എന്ത് ചെയ്യാണ്, പ്രത്യാശ ആ പെൺകുട്ടി എന്ത് ചെയ്യാണ്, വിട്ടുകൊടുക്കുകയാണ്. അവളുടെ ജീവിതം കണ്ട മനുഷ്യന് സന്തോഷമായി. ഇനിയും ജീവിക്കണമെന്നുള്ള പ്രത്യാശ മനുഷ്യനിൽ എന്ത് ചെയ്യാണ്, വരിക. പ്രിയമുള്ളവരെ, കാലിത്തൊഴുത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അത് ഒരുമിച്ച് പറ, ഒരു തുറക്കപ്പെടലിന്റെ അനുഭവമാണ്. 2, കാലിത്തൊഴുത്ത് സുരക്ഷിതത്വം ഇല്ലാത്തിടത്തെ സുരക്ഷിതത്വം ഒരുക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. 3, ഈ കാലിത്തൊഴുത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് എളിമയുടെ ജീവിതമാണ്. ദൈവം നമുക്ക് ദാനമായ ഈ ജീവിതം എളിമയുടെ, തുറക്കപ്പെടലിന്റെ, സുരക്ഷിതത്തിന്റെ ജീവിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ അവസരം തന്ന പ്രിയ ദൈവദാസനോടും ദൈവസഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവേ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.